എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന കേക്ക് ഉണ്ടാക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണ സെയിം തന്നെ. ബനാന ബ്രെഡ് അല്ലെങ്കിൽ ബനാന കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ പഴം എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ റോബസ്റ്റ് പഴം കേട്ടോ. നന്നായിട്ട് പഴുത്ത ഇതുപോലെയുള്ള പഴം എടുക്കാം. പക്ഷെ കേടായിട്ട് തുടങ്ങരുത് കേട്ടോ, ആ ഒരു സ്റ്റേജ് ആവരുത്. അപ്പോൾ ചെറിയ പഴമാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 4 ഉപയോഗിക്കാം കേട്ടോ. ഇനി ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്നത് ഉടച്ചെടുക്കണം. ഒന്ന് മാഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു പൊട്ടറ്റോ മാഷറോ ഒക്കെ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാവുന്നതുള്ളൂ കേട്ടോ. നല്ല ഫൈനായിട്ട് ഉടഞ്ഞു വരേണ്ട ആവശ്യമില്ല. ചെറിയ തരികളോടൊക്കെ കൂടെ അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് അളന്ന് നോക്കുമ്പോൾ 1 കപ്പ് അളവിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഈ ഒരു റെസിപ്പിക്ക്. നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അളവിൽ പഞ്ചസാര, സാധാരണ വൈറ്റ് ഷുഗർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര കാരമലൈസ് ചെയ്ത് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുന്നേ നമ്മൾ ഈ ബനാന ബ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് ബ്രൗൺ ഷുഗർ ആയിരുന്നു നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തത് കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് ഒന്ന് കാരമലൈസ് ആയിട്ട് വരട്ടെ. ഈ ഒരു സമയത്ത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കണ്ടോ, പഞ്ചസാര ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് തീ കുറച്ച് വയ്ക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് പുകയൊക്കെ ഒന്ന് ആകെ എന്താ പറയുക നന്നായിട്ട് വരില്ല. നല്ലൊരു എന്താ പറയുക ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഒരു തേൻ്റെ ഒക്കെ കളറാവില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ആയി ഉരുക്കി വരട്ടെ കേട്ടോ. കൂടുതൽ അങ്ങോട്ട് ഒരുപാട് കളറിലേക്ക് ആക്കണ്ട, അപ്പോൾ കേക്കിന് കയ്പ്പ് വരും. ഇപ്പോൾ കണ്ടത് നല്ലൊരു എന്താ പറയുക നല്ലൊരു തേനിൻ്റെയൊക്കെ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നീങ്ങി നിന്നിട്ട് വെള്ളം ഒഴിക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് അളവിൽ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് ഉരുകി വരട്ടെ. അപ്പോൾ അതേ നമ്മുടെ കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് കേക്കിൻ്റെ മിക്സിലേക്ക് മിക്സ് ചെയ്തെടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ മാഷ് ചെയ്ത് വെച്ച ആ ഒരു ബനാന ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇതിന് നമുക്കൊന്ന് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് അളവിൽ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കാം. ഇതിപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. അതായത് ചെറിയ തരികളോട് കൂടിയുള്ള പഞ്ചസാരയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചേർക്കാം. ഇവിടെ ഇപ്പോൾ കിട്ടുന്ന പഞ്ചസാര വലിയ തരികളോട് കൂടിയതാണ്, അത് തന്നെയാണ് ഞാൻ പൊടിച്ച് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ അളവിൽ സിനമൺ പൗഡർ, അതായത് കറുകപ്പട്ട പൊടിച്ചെടുത്തത്. ഇതൊരു പ്രത്യേക ഫ്ലേവർ തന്നെ കൊടുക്കും കേട്ടോ ഈ ഒരു ബനാന ബ്രെഡിന്. ഒരു കാര്യം നമ്മൾ ചേർക്കാൻ മറന്നു, നമ്മൾ റെഡിയാക്കി വെച്ച കാരമൽ സിറപ്പ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കാം. തണുത്തതിന് ശേഷം മാത്രം ചേർക്കാം കേട്ടോ. മെയിനായിട്ട് ഇതിലേക്ക് ചേർക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ളി അളവിൽ ഉപ്പ്, എല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചിട്ടിട്ട് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. മിക്സ് ചെയ്തോ അല്ലെങ്കിൽ ഫോൾഡ് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ആയിട്ട് വന്നോട്ടെ. ഇപ്പോൾ കണ്ടോ നമ്മുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്.
ഞാനിവിടെ ഒരു 8 ഇഞ്ചിന്റെ കേക്ക് ടിന്നി എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് പ്രീ ഹീറ്റഡ് ഓവനിൽ കൺവെക്ഷൻ മോഡിൽ 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ബനാന ബ്രെഡ് ആയതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ലോഫ് പാനിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. ഇപ്പം നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. എനിക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു സമയം എന്ന് പറയുന്നത് 23 മിനിറ്റ് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. പിന്നെ ബേക്ക് ചെയ്തെടുക്കാൻ എടുക്കണ ഒരു സമയം എന്നൊക്കെ പറയണത് നമ്മൾ എടുക്കണ ഒരു കേക്ക് ടിന്നിൻ്റെ ഒക്കെ വലിപ്പത്തിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ നല്ല വൈഡായിട്ടുള്ള കേക്ക് ടിന്നാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബേക്കായിട്ട് വരും. ഒന്നും കൂടി തിക്കായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം എടുക്കും. അതുപോലെ ലോഫ് പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം എടുക്കും. തിക്കായിട്ടുള്ള ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പം അങ്ങനെ വ്യത്യാസം വരും. കണ്ടില്ലേ നമ്മുടെ ബനാന ബ്രെഡ്? ഇത് നമുക്കൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് അൺമോൾഡായിട്ട് വന്നിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ ഞാൻ റിമൂവ് ചെയ്യണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. സൈഡിലത്തെ ബട്ടർ പേപ്പർ നമുക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് കണ്ടിട്ട് മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം ശരിക്കും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ കട്ട് ചെയ്യണം എന്തായാലും. കട്ട് ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്താലോ? എങ്ങനെയാണ് ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കണ്ടോ നമ്മുടെ ബനാന കേക്കിൻ്റെ ടെക്സ്ചർ? നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ സോഫ്റ്റ്നെസ് മാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി കൂടിയാണ്. പഴമെന്ന് പറയുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ബനാന കേക്ക്. കട്ട് ചെയ്ത് വയ്ക്കാമല്ലോ. ഞാനൊരു പീസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്തായാലും. മധുരമൊക്കെ നല്ല പെർഫെക്റ്റ് ആട്ടോ. നല്ലൊരു ബനാനയുടെ ഫ്ലേവർ, അതുപോലെ അതായത് നമ്മൾ കറുകപ്പട്ട പൊടിച്ച് ചേർത്തില്ലേ, അതിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ ബനാന കേക്ക് വാങ്ങിക്കില്ലേ, അതുപോലെ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാട്ടത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ഇഷ്ടമുള്ള നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ വാൾനട്ട്സ് ഒക്കെയാണ് കൂടുതൽ ചേർക്കുന്നത് കണ്ടിരിക്കണം. അല്ലെങ്കിൽ ബദാം വേണമെങ്കിൽ ചേർക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ.